കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വഴക്ക് കൂടുകയും ചെയ്യരുത്. ആര് തെറ്റ് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ ഓക്കെ അല്ലേ? ഗുഡ്, വെരി ഗുഡ്. വസുന്ധര, ഇത് വളരെ ചെറിയൊരു കാര്യമാണ്. വെറുതെ വിഷമിക്കരുത്. അമ്മ ഇളയമൊക്കെ കാര്യം അറിയാതെ സംസാരിക്കുക. ഉണ്ണി തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. എനിക്ക് മോളെ ഒന്നുമില്ല. യു ആർ എ ബ്രേവ് ഗേൾ, സ്ട്രോങ് ഗേൾ. യു ഫീൽ ബെറ്റർ? സ്ട്രോങ് ഗേൾ, വെരി ഗുഡ്. ആ വസുന്ധര, കുട്ടികളെ വിളിച്ചോണ്ടുപോയി അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക. പറഞ്ഞോളൂ, കഴിക്കാൻ എന്തൊക്കെയാ വേണ്ടത് നിങ്ങൾക്ക്? അനിയത്തിമാര് കഴിക്കുന്നത് എന്താണോ അത് തന്നെ ഞാനും കഴിച്ചോളാം അമ്മ. ഉണ്ണിക്ക് എന്താണോ ഇഷ്ടം അത് കൊണ്ടുവന്നാ മതി. അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. ഇന്ന് നിങ്ങൾ എഴുന്നേറ്റ സമയം വളരെ നല്ലതാണെന്ന് തോന്നുന്നു. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോയേനെ. എനിക്കെന്താ, ഞാൻ ഏത് സമയത്ത് എണീറ്റാലും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ആരെയും പേടിക്കയില്ല. ഓവർ കോൺഫിഡൻസ് വേണ്ട. കീർത്തി നിലത്ത് വീണത് ഉണ്ണി കാരണം അല്ലെന്നും നിങ്ങളാണെന്ന് എങ്ങാനും അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, അതോടെ നിങ്ങൾ തീർന്നു. ഉണ്ണിക്ക് കിട്ടിയ വഴക്ക് മുഴുവനും നിങ്ങൾക്ക് കിട്ടിയേനെ. അമ്മ നിങ്ങളെ വഴക്ക് പറഞ്ഞ് കൊന്നുകളഞ്ഞേനെ. ഉണ്ണിയുടെ മുഖം പോലെ അപ്പൊ നിങ്ങളുടെ മുഖവും വാടിപ്പോയേനെ. നിന്റെ അമ്മായിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. അവരുടെ ശരീരം വളർന്നു എന്നല്ലാതെ ബുദ്ധി വളർച്ചയില്ലടി. പേരിന് വെറും ഒരു കുടുംബനാഥ, പക്ഷേ വലിയ അറിവൊന്നുമില്ലടി. ഞാൻ എന്തു പറഞ്ഞാലും പാവയെ പോലെ തലയാട്ടാന്നല്ലാതെ സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള അറിവ് ജ്ഞാനോ ഇല്ല. നിന്റെ അമ്മായി ഒന്നിനും കൊള്ളാത്തൊരു മരമണ്ടിയ. വസുവിനെ കുറിച്ചും ഭാവനെ കുറിച്ചും ഞാൻ എന്തോരം കള്ളം പറഞ്ഞതാ. ഒരു തവണയെങ്കിലും ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? കണ്ണു അടച്ച് വിശ്വസിച്ച് അവരോട് വഴക്കുണ്ടാക്കാൻ പോയി. അങ്ങനെ ഒരു വിവരമില്ലാത്ത കഴുത, എരുമച്ചെവിയ. എന്നെ അവൾ എന്ത് ചെയ്യുന്ന? കീർത്തിയെ താഴെ തള്ളിയിട്ടത് ഉണ്ണിയല്ല ഞാനാണെന്ന് മനസ്സിലായാലും അവളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരു ഇഞ്ച് പോലെ എന്നെ അവക്ക് അനക്കാൻ ഒക്കില്ല. സത്യം പറയാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കാൻ പോലും നിന്റെ അമ്മായിക്ക് പേടിയാടി. ഞാൻ സ്റ്റഡി ആയിട്ട് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയ നിന്റെ അമ്മായി വേർക്കും, കിടുകിടാന്ന് വിറയ്ക്കും. സുമംഗലി, എന്താടി എന്നെ പേരെടുത്ത് വിളിക്കുന്നോ? അത്രയ്ക്ക് ധൈര്യം നിനക്ക്? വിളിച്ചത് അത് ഞാനല്ല, അമ്മയാണ്. ഈ എപ്പോ വന്നെടുത്തി? എനിക്ക് ശരീരം വളർന്നു എന്നല്ലാതെ ബുദ്ധിക്ക് വളർച്ചയില്ലല്ലോ. അപ്പോഴേ എത്തിയല്ലേ? ആരാ പറഞ്ഞെടുത്തി? ആരാ പറഞ്ഞേ? എനിക്ക് സ്വന്തമായിട്ട് ആലോചിക്കാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. ഞാൻ ഒന്നിനും കൊള്ളാത്ത മരമണ്ടി. ഇല്ല എടുത്തേ, ഇല്ലില്ല. എടുത്തി ബുദ്ധിശാലിയാ. ഞാൻ വിവരമില്ലാത്ത കഴുത. എനിക്ക് എരുമച്ചെടിയല്ലേ? നിന്നെ കണ്ട ഞാൻ അങ്ങ് പേടിക്കുമല്ലേ?
വിയർത്ത് വിറയ്ക്കും ഞാൻ. കിടുകിടാന്ന് നടുങ്ങിപ്പോ ഞാനല്ലേ? എന്തോ അയ്യോ വേണ്ട വേണ്ട ഇറങ്ങി പോടി. എന്തു പറ്റി ആന്റി? അയ്യോ ഒരു ദുസ്വപ്നം കണ്ടു മോളെ. എന്താ പട്ടാ പകല് നിന്നുകൊണ്ട് സ്വപ്നം കണ്ടോ? അതൊരു സാധാരണ സ്വപ്നമൊന്നല്ല. ദാ നോക്ക്, കീർത്തി താഴെ വീണത് ഞാൻ കാരനാണെന്ന് എന്റെ അമ്മായി ഒരിക്കലും അറിയരുത്. അറിഞ്ഞാലും അമ്മയെ കൊണ്ട് നിങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? സ്വപ്നത്തെ പറഞ്ഞതാ, അല്ലാതെ ആരെങ്കിലും പറയോ? ഇത്രയും നേരം നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം സ്വപ്നത്തിലായിരുന്നു. ശരിക്കും നിന്റെ അമ്മായി ഒരു ബുദ്ധിശാലിയാ. അത് മാത്രല്ല അവരൊരു മോശക്കാരിയാ. ഞാനൊരു തെറ്റ് ചെയ്താ എന്റെ ഏട്ടൻ പോലെ എന്നോട് ക്ഷമിക്കാറുണ്ട്. പക്ഷെ ഏട്ടത്തി ക്ഷമിക്കില്ല. കഴുത്തിന് പിടിച്ച് എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. ഓഹോ, ഇതാണോ കണ്ട സ്വപ്നം? കാര്യം ആരോടും പറയല്ലേ. നീ ഒന്നും അറിയാത്ത പോലെ ഇരുന്നാ മതി. ഇല്ലെങ്കിൽ എന്റെ ജീവിതം മൊത്തം വേസ്റ്റ് ആയിപ്പോ. പറഞ്ഞത് കേട്ടോടി. ഏട്ടൻ എത്തിയായിരുന്നോ? ചേട്ടാ, വേറെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിനൊരു സുഖമില്ല. ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അബിയെ കാണുമ്പോഴെല്ലാം വല്ലാത്ത വിഷമം തോന്നുന്നു ഭാവനെ. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നവൻ ഇപ്പോൾ ഡള്ളായിട്ടിലിരിക്കുന്നേ. അതെന്താ അങ്ങനെ പറഞ്ഞ? എന്താ പറ്റിയേ? എന്ത് പ്രശ്നമുണ്ടെങ്കിലും അബിയത്തെ വളരെ ഈസിയായിട്ട് സോൾവ് ചെയ്യായിരുന്നു. എത്ര ടഫ് മൊമെന്റ് ആണെങ്കിലും അവനത് ഈസിയായിട്ട് കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള അവന് അമ്മയുടെ കാര്യം അത്ര ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ദത്തെടുത്ത കാര്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷമെങ്കിലും അമ്മയുടെ ദേഷ്യത്തിന് കുറവ് വരുമെന്ന് ഞാൻ വിചാരിച്ചേ. എന്നാ അമ്മ അബിയോട് സംസാരിക്കുന്ന പോലുമില്ല. എതിരെ വന്നാൽ പോലും അമ്മ മാറിക്കളയാണ്. അബിയെ കൊണ്ടത് താങ്ങാനും പറ്റുന്നില്ല. അമ്മയുടെ ഈ പെരുമാറ്റം അവൻ ഒരുപാട് വിഷമിപ്പിച്ചോണ്ടിരിക്കുക. അതെ ഏട്ടാ, അമ്മ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പ്രത്യേകിച്ച് അബിയുടെ കാര്യത്തില് അമ്മയ്ക്ക് കൂടുതൽ ശ്രദ്ധയാ. ഓരോ കാര്യം വളരെ അടുത്ത് നിന്നാ നോക്കിയിരുന്നത്. അങ്ങനെയുള്ളപ്പോ പെട്ടെന്ന് അമ്മ അബിയെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന കാണുമ്പോ എനിക്ക് പോലും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. അബിയുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അവനത് പുറത്ത് കാണിക്കില്ല. എന്നാ അബിയുടെ മനസ്സിന്റെ വേദന എന്നെനിക്ക് കാണാൻ കഴിഞ്ഞു ഭാവനെ. ഏറ്റവും ഒടുവില് സ്റ്റാഫിന് പോലും അബിക്ക് എന്തോ വിഷമമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്.
അബിയെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന ഭാവനെ. ദത്തെടുക്കുന്ന കാര്യം അമ്മ വളരെ സീരിയസ് ആയിട്ടാ എടുത്തത്. വസുവിനെയും ഉണ്ണിയെയും അമ്മ എന്തെല്ലാം പറഞ്ഞൊന്ന് കേട്ടില്ലേ? പക്ഷെ അബിയുടെ കാര്യത്തില് അമ്മ അങ്ങനെ പെരുമാറുമെന്ന് കരുതിയില്ല. അബിയോട് സംസാരിക്കാൻ പോലും അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത വിധം ദേഷ്യമുണ്ടെന്ന് ഇന്ന് രാവിലെ മനസ്സിലായത്. എന്നെക്കാളും പ്രായം കുറഞ്ഞവനാണെങ്കിലും എനിക്ക് എന്തെങ്കിലും വിഷമം വന്ന അവനെ ആശ്വസിപ്പിക്കാറ്. അങ്ങനെയുള്ള അബിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ഭാവനെ. എന്തു പറയണമെന്ന് കൂടി അറിയില്ല. ആരെന്ത് പറഞ്ഞാലും അബിയുടെ വിഷമം കുറയാൻ പോകുന്നില്ല. അമ്മ തന്നെ അവനെ സമാധാനിപ്പിക്കണം. അമ്മ ചിരിച്ച മുഖത്തോടെ അബിയോട് സംസാരിച്ചാൽ മാത്രം മതി. അബിക്ക് സന്തോഷാകും. അതെ ഭാവനെ, പക്ഷെ ഈ കാര്യം അമ്മയോട് ആര് പറയും? പറഞ്ഞ അമ്മയ്ക്ക് ദേഷ്യം വരും. അച്ഛനോട് പറഞ്ഞിട്ടൊന്ന് പറയാൻ പറഞ്ഞാലോ? അമ്മയ്ക്കും മകനിടയില് മറ്റുള്ളവരെന്തിനാ? അമ്മ മോശക്കാരിയൊന്നുമല്ല. സ്വന്തം മകന്റെ വേദന അമ്മയ്ക്ക് അറിയാതിരിക്കോ? എന്റെ മനസ്സ് പറയുന്നത് അമ്മ വേഗം തന്നെ അബിയോട് സംസാരിക്കുന്ന. അമ്മ എത്രയും വേഗം അബിയോടൊന്ന് സംസാരിക്കണം ഭാവനെ. അബി അമ്മ ആശ്വസിപ്പിക്കണം. തീർച്ചയായിട്ടും അത് സംഭവിക്കും ഏട്ടാ. ഏട്ടൻ വിഷമിക്കണ്ട. പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മേ അമ്മേ അമ്മേ, എന്താ ഉണ്ണി? അച്ഛന് നല്ല തലവേദന ഉണ്ടെന്ന് പറയുന്ന അമ്മേ. വാ അമ്മേ, വേഗം വന്ന് അച്ഛന് ബാമിട്ട് കൊടുക്ക്. ഒന്ന് വേഗം വാ അമ്മേ. ഇവൻ വീണ്ടും എന്നോട് നാടകം കളിക്കുക. ഇവനെ ഞാൻ... നിന്റെ അച്ഛന് തലവേദന ഒന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ പോയി നിന്റെ ഹോംവർക്ക് ഒക്കെ ചെയ്തോ? ഇല്ല അമ്മേ, ശരിക്കും അച്ഛന് നല്ല തലവേദനയായിട്ട് മാളി കിടക്കുവാ. ഒന്ന് പെട്ടെന്ന് വാ അമ്മേ. ഉണ്ണി, എന്നെ ശല്യം ചെയ്യാതെ. നീ ആദ്യം പോയി നിന്റെ ഹോംവർക്ക് ചെയ്. ഇല്ലെങ്കിൽ നാളെ നിന്റെ ടീച്ചറിന്റെ വഴക്ക് കിട്ടും. അതല്ല അമ്മേ. ആദ്യം നീ നിന്റെ കാര്യം നോക്കുണ്ണി. അച്ഛനെ പറ്റി നീ എന്തിനാ ചിന്തിക്കുന്നേ? എനിക്ക് വേറെ ജോലിയുണ്ട്, നീ പോ. അമ്മേ, ഞാൻ സത്യമായിട്ട് അമ്മ പറയുന്നേ. നിന്നോട് ഞാൻ പോവാനല്ലേ പറഞ്ഞത്? വരെ വരെ ഇവന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ഒരു തവണ പറ്റിക്കപ്പെട്ടെന്ന് വെച്ച് ഒരാൾ എപ്പോഴും പറ്റിക്കപ്പെടുവോ? ഇപ്പൊ പോയി ഏട്ടന്റെ അടുത്ത് നിന്ന് ഫോൺ വിളിക്കുമായിരിക്കും. ഇവന്റെ കുസൃതി ഒന്നും എന്റെ അടുത്ത് നടക്കില്ല. എന്താ ഇത്? അവന് തലവേദനയാണെന്ന് പറഞ്ഞിട്ട് മൈൻഡ് ചെയ്യുന്നില്ലല്ലോ.
ഈ ദത്തെടുക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യമില്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ? എനിക്കിഷ്ടമില്ലാത്ത കാര്യം എന്തിനാ ചെയ്യുന്നത്? നാളെ ഈ ഫംഗ്ഷൻ എന്തായാലും നടന്നേ മതിയാവൂ അമ്മേ. ഞാനതിൽ പങ്കെടുക്കില്ല. വിണ്ണിൻ താരകമേ ആരാരും കണ്ണുവയ്ക്കാതെ ഇടനെഞ്ചു ചേർത്തു നിധിയായി ചേർത്തു വെക്കാം. ഞാൻ അമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. അതിന്റെ ആവശ്യമില്ല. എന്റെ ഇഷ്ടക്കേടും ഒന്നും നിനക്കറിയണ്ടല്ലോ. എന്നോട് സംസാരിക്കേണ്ട ആവശ്യം പോലും നിനക്കില്ല. വിണ്ണിൻ താരകമേ ആരാരും കണ്ണുവയ്ക്കാതെ ഇടനെഞ്ചു ചേർത്തു നിധിയായി ചേർത്തു വെക്കാം. എൻ ചിറകിൻ കീഴിലെന്നും വാവാവോ. ഇന്ന് ഓഫീസിൽ വർക്ക് കുറച്ച് കൂടുതലായിരുന്നു. ഈ തലവേദനയ്ക്ക് ഞാനൊരു കാരണമാണല്ലോ. അല്ലമ്മേ. സോറി മോനെ, രാവിലെ നിന്നോട് ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. എന്തിനാ അമ്മേ സോറിയൊക്കെ പറയുന്നേ? അറിഞ്ഞോണ്ട് ഞാൻ നിന്നെ വേദനിപ്പിച്ചു. അതിനെന്താ ഇപ്പൊ സംസാരിക്കുന്നില്ലേ? സന്തോഷായിട്ടിരിക്കമ്മേ. പവിഴത്തുമ്പി വാവേ. ഇപ്പൊ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. മനസ്സ് നിറച്ച് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. വാവേ പാടുവാനായി മധുഗാനം തേടിടുന്നു. ഉൾക്കണ്ണിനാലെ കണ്ണായി കാത്തൊരമ്മയായി. കൊതി പോലെ ഉന്മയമായി മാറാമോ മാമ്പൂവേ. മന്ത്രമായി ജപമാലയായി കനിയേ. പീലി കണ്ണും ചെമ്മി മൂടി തിങ്കൾ പൂവേ ആരാരീരോ. തൂവൽ തുന്നും ചൂടും ചാരി പവിഴത്തുമ്പി വാവേ വാവോ. ഇളം തെന്നൽ ഒന്നിനെപ്പറ്റി ആലോചിക്കാതെ കണ്ണടച്ചുറങ്ങിക്കോ. തലവേദന കുറഞ്ഞോളൂ. അമ്മ എന്നോട് സംസാരിച്ചു. സ്നേഹത്തോടെ എനിക്ക് മരുന്നിട്ട് തന്നു. അപ്പൊ തന്നെ വേദനയെല്ലാം പോയി. ചൂടായിട്ട് ഒരു കോഫി കൊണ്ടുവന്ന് തരട്ടെ? എനിക്കൊന്നും വേണ്ട അമ്മേ. താങ്ക് യു.